ഫൈറ്റിംഗ് മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ എത്തിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ റിലീസായ മാൻറ്റീസ് എന്ന മൂവിയുടെ മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുന്നേ കിൽ ബോക്സൂൺ എന്നൊരു മൂവിയുണ്ട്. അത് ഇതിൻ്റെ സീക്വലായിട്ട് വരുന്ന മൂവിയാണ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടോ സെക്കൻഡ് പാർട്ടോ അങ്ങനെയൊന്നുമല്ല, സെയിം യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു മൂവിയാണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫൈറ്റിംഗ് മൂവീസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കാണുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ തുടർച്ചയൊന്നുമല്ല, പക്ഷേ സെയിം യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സ്റ്റോറി. അതായത് ഈ കൊട്ടേഷൻ, അതായത് ഗുണ്ടകൾ, അതൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. എന്നാൽ ഈ ഗുണ്ടകളൊക്കെ തന്നെ ഒരു ഏജൻസിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ അങ്ങനെ ഒരുപാട് ഏജൻസികൾ, അതിലേറ്റവും വലിയത് MK ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഏജൻസി ആയിരിക്കും. ഇവരാണെങ്കിൽ ഈ കൊട്ടേഷൻ ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ കുറച്ച് റൂൾസും മറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വയലേറ്റ് ചെയ്യുന്നവരെ കൊല്ലാൻ വരെ ഇവർക്ക് അധികാരമുണ്ട്. സോ ഈ MK ഗ്രൂപ്പ് ഈ മിൻക്യൂ എന്ന് പറയുന്ന ഒരാളും അതുപോലെ ദോക്കോ എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുപോകുന്നത്. അതിലെ മെയിൻ ഫൈറ്റുകാരനാണ് മാൻറ്റീസ്, അതായത് നമ്മുടെ നായകൻ. സോ നായകൻ വെക്കേഷൻ ടൈമിൽ കൊറിയയിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവൻ പുതുതായിട്ടൊരു കമ്പനിയൊക്കെ അങ്ങ് രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ മൂവി മുന്നോട്ട് പോകുന്നത്. അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ രണ്ട് ഗുണ്ടകൾ ചേർന്ന് സംസാരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു, MK എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ് ഇവരും സംസാരിക്കുന്നത്. ഈ MKയിൽ മിൻക്യൂൻ ഒരുപാട് റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം നമുക്കൊരു മര്യാദയ്ക്ക് പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അയാളെ അങ്ങ് കൊന്നാലോ എന്ന് ചോദിക്കുമ്പോൾ, എടാ അതൊന്നും നടക്കത്തില്ല, നിനക്കറിയത്തില്ലേ അവൻ ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആ ബോക്സിന് മാത്രമായിരിക്കും. പിന്നെ കൂടെ എപ്പോഴും ഒരു മാൻറ്റീസ് ഉണ്ടല്ലോ, അവൻ മുടിഞ്ഞ ഫൈറ്റുകാരന്, നമുക്കൊന്നും അവരുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതും പിന്നീട് പെട്രോൾ അടിച്ചതിന് ശേഷം ഇതിൽ ഒരുത്തൻ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ, ഇവർ ഗുണ്ടകളാണല്ലോ, അടിച്ചിട്ട ആളുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഈ MK ഗ്രൂപ്പിന്റെ ചെയർമാൻ, മെയിൻ ആള് മിൻക്യൂൻ അങ്ങോട്ട് എത്തുന്നത് കേട്ടോ. അതായത് ഇവര് കുറച്ച് റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈനേഴ്സിനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇവർ കുറേ ഷോസ് വെച്ചിട്ടുണ്ട്. ABCD എന്നാണ് കേട്ടോ യഥാക്രമം ഇവരത് പേരിട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്കെതിരെ ഫൈറ്റിങ്ങിന് പോകുമ്പോൾ അവരുടെ ഒരു കഴിവും അതിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇവർ ABCD എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. സോ ഇവർ എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ഷോസ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ വയലേറ്റ് ചെയ്ത ഈ ഗുണ്ടകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ മിൻക്യൂൻ എത്തുന്നത്. മിൻക്യൂനെ സഹായിക്കാൻ കൂടെ നമ്മുടെ നായകൻ മാൻറ്റീസും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നീയാണല്ലേ, എന്താ മാൻഡസോ, എന്താ നിൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന നമ്മുടെ നായകനാണെങ്കിൽ, എൻ്റെ പേര് പോലും നിനക്ക് മര്യാദയ്ക്ക് പറയാൻ അറിയത്തില്ലേ എന്ന് ചോദിച്ച് അവിടെ ഒരു ഉഗ്രൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇവൻ്റെ കയ്യിൽ ഈ അരിവാള് പോലത്തെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, എനിക്കറിയാൻ പാടില്ല. എന്തായാലും അത് വെച്ച് നല്ല കീച്ചങ്ങ് കീച്ചുന്നുണ്ട്. ഈ തലയും കൈയൊക്കെ പിന്നീട് വേറെ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു ക്ലീനിങ്ങിലത്തെ ആളുകളെ വിളിച്ചത് ക്ലീൻ ആക്കാൻ മിൻക്യൂൻ പറയുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലോ കൊറിയയിലേക്ക് വെക്കേഷന് പോകാൻ നിൽക്കുന്ന ടൈമാണ്. ഇപ്പോൾ ഈ സ്റ്റോറി നടക്കുന്നത് യൂറോപ്പിലായിരിക്കും. 6-7 വർഷമായി ഇവൻ MK കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ബ്രാൻഡ് വാല്യൂ തന്നെ മാറി, അതുകൊണ്ട് കോൺട്രാക്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പുതുക്കണം എന്ന് പറയുമ്പോൾ, എന്താ നീ പുതിയ കമ്പനി എങ്ങാനും തുടങ്ങാൻ പോവുകയാണോ, അതോ വേറെ കമ്പനിയിലേക്ക് പോവുകയാണോ, അതോ നിൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇവനാണെങ്കിലോ നൈസായിട്ട് ഇവൻ്റെ ആ കത്തി ഉണ്ടല്ലോ അത് ഇയാളുടെ കഴുത്തിലങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കഴുത്തിൽ നിന്ന് കത്തി എടുക്കാൻ നോക്കുന്ന MKയോട്, അതായത് മിൻക്യൂനോട്, അയ്യോ ഞാൻ തമാശയ്ക്ക് ചെയ്തതല്ലേ, സീരിയസ് ഒന്നും ആക്കി എടുക്കല്ലേ എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവൻ ഉൾട്ട അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിൻക്യൂനാണെങ്കിൽ, നീ ഇപ്പോൾ വെക്കേഷന് പോകാൻ റെഡി ആയിട്ട് നിൽക്കല്ലേ, നന്നായിട്ട് വെക്കേഷന് പോയി വാ, എന്നിട്ട് നമുക്ക് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാം, നിൻ്റെ ഫ്രണ്ടിനെ ഈ കമ്പനിയിൽ കയറ്റണം എന്ന് പറഞ്ഞല്ലോ, ഒരു ഇൻ്റർവ്യൂ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ ഇവൻ അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. വാക്ക് പറഞ്ഞാൽ വാക്കാ, മാറ്റൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പിന്നീട് ഇവൻ കൊറിയയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. കൊറിയയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇവൻ ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞല്ലോ, ആളുടെ പേര് ജെയ് എന്നാണ് കേട്ടോ. ജെയ്യെ വിളിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇതുപോലെ ചെറിയ കൊട്ടേഷൻ പരിപാടിയിലൊക്കെ ആയിരിക്കും. നീ എന്താ എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാഞ്ഞ്, ഞാനിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ MK ഗ്രൂപ്പ് ഇവൻ അവിടെ നിന്നും പോകുന്നതിന് ശേഷം മൊത്തത്തിൽ താറുമാറായി എന്ന് ഇവൾ അവിടെ പറയുന്നത്. അതായത് MKയിലെ മിൻക്യൂനെ ബോക്സുൻ കൊന്നുവെന്നും, ഈ ബോക്സുൻ എന്ന് പറയുന്നത് ഇതിലും വലിയ ടീമായിരിക്കും കേട്ടോ. MK തകർന്നെന്നോ ഞാനൊന്നും വിശ്വസിക്കില്ല, ഇത്രയും ദിവസം ഞാൻ അവിടെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഇവനാണെങ്കിൽ പെട്ടെന്നൊരു ബഹളം കാണുമ്പോൾ, ഇതെന്താ ഇത്ര ബഹളം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജെയ് ആണെങ്കിലോ, ഞാൻ പറഞ്ഞല്ലോ MK ഇപ്പോൾ തീർന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനിക്കാരും മാൻറ്റീസായ നിന്നെ അവരുടെ കമ്പനിയിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നിരിക്കുക, ഇനിയിപ്പോൾ നിനക്ക് നല്ല മാർക്കറ്റ് വാല്യൂ ആവും എന്ന് പറയുന്നതും സംഭവം ശരിയായിരിക്കും. അതായത് കുറേ ഗ്രൂപ്പുകാർ ഇവനെ ഇൻവൈറ്റ് ചെയ്യാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പിടിയും വലിയാകുന്ന ടൈമിൽ ഇവർ ഷർട്ടൊക്കെ അങ്ങ് കീറുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ വർക്കൊക്കെ അവസാനിപ്പിച്ച് ജെയ് ആണെങ്കിൽ ഇവളുടെ ബോസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അതായത് ജെയ് പുതുതായിട്ട് തുടങ്ങിയ ഒരു കമ്പനി ആയിരിക്കും, എന്നാൽ അത് നല്ല
നഷ്ടത്തിലായിരിക്കോട്ടെ, ഇവർക്ക് റെന്റിന് കൊടുക്കാൻ പോലും പൈസ ഉണ്ടായിരിക്കത്തില്ല. സോ അവിടുത്തെ ബോസ് ആണെങ്കിലോ ഇവൻ തിരിച്ചു വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. തിരിച്ചെത്തുന്ന മാൻഡീസിന്റെ കോലം കണ്ടിട്ട് ഇതെന്താടാ യൂറോപ്യൻ സ്റ്റൈലാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ, പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം, ക്ലബിലെ ഫ്രണ്ട്സ് ഒക്കെ ഓൾറെഡി സെറ്റാന്ന് പറയുമ്പോൾ ബോസ് നിനക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ പിന്നീട് ക്ലബിലേക്ക് പോകുന്നുണ്ട്. ക്ലബിൽ ഇവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കും, ആളുടെ പേര് സുമിൻ എന്നാണ്. പിന്നെ മറ്റു രണ്ടാളുകളുടെ പേര് ലീ എന്നും അതുപോലെ ദോങ്യോങ് എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിലോ MK ഗ്രൂപ്പ് തകർന്നു അല്ലേ, നീ MK ഗ്രൂപ്പിലേക്ക് ജെയിനെ കൊണ്ടുപോകും, അതിനുശേഷം ഞങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നാ വിചാരിച്ചേ, ഇനി അതൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ഹലോ ജെയിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഓക്കെ, അവൾക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട്, പക്ഷേ ഞാൻ എന്ത് കണ്ടിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകേണ്ടതെന്ന് ഇവൻ അവിടെ ചോദിക്കുമ്പോൾ നീ ഞങ്ങളെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഞങ്ങളിവിടെ പുതിയൊരു കമ്പനി തുടങ്ങാമെന്നാണ് തീരുമാനിക്കുന്നത്. ദേ സുമിൻ ഇന്നലെ കൂടി അതിനെപ്പറ്റി സംസാരിച്ചേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പുതിയ കമ്പനി തുടങ്ങാനോ, അതും നിങ്ങൾ നടന്നത് തന്നെയെന്ന് ചോദിക്കുന്ന ഇവനോട് അതെന്താ ഞങ്ങൾക്ക് തുടങ്ങിക്കൂടെ, പിന്നെ ഞങ്ങളുടെ കൂടെ ജെയ് ഉണ്ടല്ലോ, അവളുടെ അത്രയും കഴിവ് വേറെ ആർക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ജെയിനെ പൊക്കുന്ന ടൈമിൽ ജെയുടെ കാര്യം നിങ്ങൾ നോക്കേണ്ട, ഞാൻ നോക്കിക്കോളാമെന്ന് മാൻഡീസ് പറയുമ്പോൾ സുമിനാണെങ്കിലും അതെങ്ങനെ ശരിയാകും, ആൾക്ക് ഓൾറെഡി ഒരാൾ സെറ്റായിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഇനി ആളുടെ കാര്യം താൻ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മാൻഡീസ് ഒന്ന് ഷോക്കാകുന്നുണ്ട്. കാരണം മാൻഡീസിന് ജെയോട് ചെറിയൊരു താല്പര്യമുണ്ട് കേട്ടോ, അതിൻ്റെ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ മാൻഡീസ് ആണെങ്കിൽ ജെയോട് ശരിയാണോ, നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നാണ് ഇവൾ തിരിച്ചു പറയുന്നത്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ പുതിയൊരു കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അതെന്താ എൻ്റെ കഴിവിൽ നിനക്ക് സംശയമുണ്ടോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. സംശയമൊന്നും ഇല്ലയെന്ന് ഇവൻ പറയുമ്പോൾ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോൾ 8 പ്രാവശ്യവും ടൈ ആയിരുന്നു, ലാസ്റ്റ് ഞാനാ വിജയിച്ചേ, അത് നിനക്ക് ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒന്ന് സൈലന്റ് ആകുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും പാസ്റ്റിൽ ഫൈറ്റ് ചെയ്തതും ഇവൻ വീണു പോകുന്ന ടൈമിൽ ഇവൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഇവരുടെ ഫ്രണ്ട്സ് സംസാരിക്കുന്നത്, അതായത് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായപ്പോൾ വിജയിച്ചത് ജെയ്യാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് MK ജെയിനെ സെലക്ട് ചെയ്യാതെ മാൻഡീസിനെ സെലക്ട് ചെയ്തത് എന്നാണ്. അതിൻ്റെ കാരണമൊന്നും അറിയത്തില്ല, പക്ഷേ ആ ദേഷ്യത്തിലാണ് ജെയ് MK വിട്ടിട്ട് മറ്റൊരു കമ്പനി തുടങ്ങിയത്, എന്നാൽ അതിപ്പോൾ നഷ്ടത്തിലും ആയല്ലോ എന്ന് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ മാൻഡീസ് ഇവളോടാണെങ്കിലും അതായത് ഓരോ പ്രാവശ്യം ഞാൻ തോൽക്കുമ്പോഴും എനിക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തോന്നിയത് എന്താ കാര്യം എന്നറിയൂ, നീ എപ്പോഴും എന്നെ ഇങ്ങനെ എണീപ്പിക്കുകയായിരുന്നു, അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണെന്ന് പറയുമ്പോൾ അത് നീ വേറെ വല്ലതുമായിട്ട് വ്യാഖ്യാനിക്കേണ്ട, ജസ്റ്റ് ഒരു ഹെൽപ്പിങ് അത്ര മാത്രമേ ഉള്ളൂ എന്ന് ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ. MK തീർന്നില്ലേ, ഇനി എന്താ നെക്സ്റ്റ് നിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ MK ഒന്നും തീർന്നിട്ടില്ല, അത് വലിയ കമ്പനി, ആർക്കും തൊടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഓൾറെഡി MK താള് മരിച്ചു കഴിഞ്ഞു, പിന്നെ അയാളുടെ സിസ്റ്റർ ആളേനെയും ഈ ബോക്സ് തീർത്തു എന്ന് പറയുന്ന ഇവളോട് ആ സ്ത്രീക്ക് ഇത് എന്തിൻ്റെ കേടാ എന്ന് മാൻഡീസ് പറയുന്നുണ്ട് കേട്ടോ. ആരൊക്കെ തീർന്നാലും ഒരാൾ കൂടി ബാക്കിയുണ്ടല്ലോ, ആളുടെ അടുത്തേക്ക് ഞാൻ പോകാൻ പോകുന്നേ, നീ ഉണ്ടോ എൻ്റെ കൂടെ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. ആള് പോകുന്നത് നെക്സ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ദോക്യോയുടെ അടുത്തേക്കാണ് കേട്ടോ. ഇയാൾ ഇവൻ്റെ ടീച്ചർ ആയിരുന്നു, അത് മാത്രമല്ല MK ക്രിയേറ്റ് ചെയ്തത് ഇയാളായിരുന്നു, ഇയാളും മിൻക്യൂനും കൂടെ ആയിരുന്നു. പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം മിൻക്യൂൻ ഇയാളെ പറഞ്ഞയക്കുകയാണ്, ഇയാൾ റിട്ടയർഡ് എടുത്തിട്ട് തിരിച്ചു വരുന്നതാണ് കേട്ടോ. എന്തായാലും ദോക്യോനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇവൻ പോകുന്നത്. അവിടെ വെച്ച് മറ്റൊരു ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ബെഞ്ചമിൻ എന്നായിരിക്കും ഇവൻ്റെ പേര്. ഇവനൊരു CEO ആണ് കേട്ടോ, ഒരു മെറ്റാ സോഫ്റ്റ്വെയറിൻ്റെ ആളാണെങ്കിൽ നീയാണല്ലേ മാൻഡീസ്, ഞാൻ നിൻ്റെ ഭയങ്കര ഫാനാണ്, നമുക്ക് രണ്ടാൾക്ക് ഒരു ബിസിനസ്സിനെ പറ്റി സംസാരിച്ചാലോ, താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് കാർഡും കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം മാൻഡീസ് ആണെങ്കിൽ ഇവനാരാ എന്നോട് വിളിക്കാൻ പറയാൻ നിൽക്കുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. അതിനുശേഷം ദോക്കോനെ കാണുന്ന ടൈമിൽ ദോക്കോയാണെങ്കിലോ അടിക്കാൻ വരുന്നത് പോലെയാണ് കേട്ടോ വരുന്നത്. ഇത് കാണുമ്പോൾ ഇവൻ ശരിക്കും പേടിക്കുന്നുണ്ട്. എന്നാൽ ആളാണെങ്കിലോ എത്ര കാലായിടാ നിന്നെ കണ്ടിട്ടെന്ന് പറഞ്ഞ് ഹഗ് ചെയ്യാണ്. അതിനുശേഷം ഇവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും ഇവിടെ ഒന്നും ഒട്ടും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് സംസാരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ദോക്കയാണെങ്കിൽ ഇവനിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേബിളിൻ്റെ മുകളിലേക്കും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്കൊക്കെയാണ് ഇവനെ വലിച്ചെറിയുന്നത്. ഈ ഒരു ഫൈറ്റിംഗ് കാണുമ്പോൾ നമുക്ക് തന്നെ നന്നായിട്ട് വേദനിക്കും. ഇവനാണെങ്കിൽ അവിടെ കിടക്കുന്ന വിളക്കുകളോ അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ടാണ് കേട്ടോ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ദോക്കയാണെങ്കിലോ ഈ നാശായ ടേബിളും മറ്റും ഉണ്ടല്ലോ അതിൻ്റെ കുറേ കഷ്ണങ്ങളും പെറുക്കിയെടുത്ത് വീണ്ടും ഫൈറ്റിംഗ് തുടങ്ങുന്നുണ്ട്. അവസാനം ഈ ദോക്കയാണെങ്കിൽ ചാടി ഇവൻ അടിക്കാൻ നോക്കുമ്പോൾ ഇവൻ നൈസായിട്ട് അവിടെ വില കൂടിയ ഒരു ഫ്ലവർ വേസ് എന്തുകൊണ്ടായിരിക്കും അതങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ദോക്കയൊക്കെ ആണെങ്കിൽ അടിക്കാൻ കഴിയുമോ, അങ്ങനെ ഫൈറ്റിംഗ് അവിടെ തീരുന്നുണ്ട്. ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് കോംബോയാണല്ലോ, കുറേ കാലത്തിന് ശേഷം കാണുകയല്ലേ, ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ഇതേ ടൈമിൽ ഡേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ജെയ് ആണെങ്കിൽ ഒരു ഹാളിലെത്തുന്നതും അവിടെ ഒരുപാട് പ്രതിമകൾ ഉണ്ടായിരിക്കും കേട്ടോ. അതുമായിട്ട് ഫൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ദോക്കുവിനെ ഓൾഡ് മാൻ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ, തനിക്ക് അസുഖം വലുതും വരുമെന്ന് പറയും.
പറയുമ്പോൾ ഇത്രയ്ക്കും നീ വറീഡാണെങ്കിൽ ഒറ്റ പ്രാവശ്യം പോലെ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഈ ദോക്കയോട് ഇവൻ പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾ എം കെയിലും മിൻക്യൂനായിട്ട് ദേഷ്യത്തിലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ വിളിക്കുക, അന്ന് നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയുന്ന ടൈമിൽ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് മിൻക്യൂൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന ദോക്കോ. അങ്ങനെ ദോക്കയാണെങ്കിൽ മരിക്കുന്ന ഉറപ്പാവുമ്പോൾ കമ്പനിയിൽ നിന്ന് റിട്ടയർ ആവുകയാണ്, അതായത് പിന്മാറുക എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ പോരുന്നതാണ്. അപ്പോൾ ദോക്കയാണെങ്കിലും ഞാൻ നിന്നെ കുറ്റം പറയത്തില്ലേ, കാരണം ആ ടൈമിൽ നീ വെറും ഒരു ഇന്റേൺ ആയിരുന്നല്ലോ, ഒരു ട്രെയിനി, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ദോക്കോ അവിടെ പറയുന്നത്. അല്ല ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തിനു അടിച്ചു പിരിഞ്ഞ് എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിക്കുന്ന ഇവനോട് ദോക്കോ പറയുന്നുണ്ട്, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പേഴ്സണൽ ആണെന്ന്. അപ്പോൾ ഇവനാണെങ്കിലും ബെഞ്ചമിൻ തന്ന ആ ഒരു കാർഡ് അവിടെ കൊടുക്കുന്നുണ്ട്. അല്ല ഈ പയ്യനായിട്ട് എന്താ ബിസിനസ്, ഇവനായിട്ട് വല്ല ഇൻവെസ്റ്റ്മെൻറ്റും തുടങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊരു ഇമ്മിച്ചർ ആയിട്ടുള്ള കിഡാണ്, അവനെയൊക്കെ ആരെ ശ്രദ്ധിക്കാനെന്ന് ദോക്കോ പറയുമ്പോൾ, അല്ല എം കെ ഗ്രൂപ്പ് ഇപ്പം തീർന്നല്ലോ, തിരിച്ച് എം കെ ഗ്രൂപ്പ് വീണ്ടും കുത്തിപ്പോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദോക്കയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ താനൊന്നും മിണ്ടാത്തെ, സൈലൻ്റ് ആണെങ്കിൽ അതിനർത്ഥം എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളെ പറ്റി പറയാനുണ്ട്, ജെയിനെ പറ്റിയിട്ടാണ്, ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഓർക്കാതെ ഒരിക്കൽ അവളായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ ഇപ്പോൾ എന്തിനാ അവളെ വിളിക്കേണ്ട ആവശ്യമെന്ന് ദോക്കോ അവിടെ ചോദിക്കുമ്പോൾ, അല്ല ഞങ്ങൾ തമ്മിലുള്ള അന്നത്തെ ഫൈറ്റിങ്ങിൽ ശരിക്കും ഞാനല്ലേ തോറ്റത്, പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ, അത് ഞങ്ങളുടെ തീരുമാനമായിരുന്നു എന്ന് ഇവൻ പറയുകയാണ്. ഞങ്ങളോ, ഏത് ഞങ്ങളെന്ന് മാൻഡീസ് അവിടെ ചോദിക്കുമ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ പാസ്റ്റ് സീൻ. അതായത് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അതിൽ ആരാണോ ജയിക്കുന്നത് അവരെ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഫൈറ്റിംഗ് നടക്കുമ്പോൾ അതിൽ ഇവനാണ് തോൽക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഫൈറ്റിംഗ് നിരീക്ഷിക്കുന്ന മിൻക്യൂനാണെങ്കിൽ ഒരു കാര്യം അവിടെ കണ്ടെത്തുന്നുണ്ട്. അതായത് ഈ ജെയ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ ഇവൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ മാക്സിമം റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന മിൻക്യൂനാണെങ്കിൽ ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ബ്ലേഡ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ റിയൽ ആയിട്ടുള്ള ബ്ലേഡ് കൊടുക്കുകയാണെങ്കിൽ ഇവൻ തന്നെ വിജയിക്കും. അതായത് കുറച്ചുകൂടി പ്രാക്ടീസ് കിട്ടിയ ജയിലേക്ക് മുകളിലെത്താൻ ഇവന് സാധ്യതയുണ്ട്. നീ നിന്റെ കുറച്ച് ടാലൻറ്റ് കൂടി പറഞ്ഞു കൊടുത്താൽ മതിയെന്ന് മിൻക്യൂൻ ഈ ദോക്കയോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇവനെ സെലക്ട് ചെയ്യുന്നത്. അവൾ എന്തായാലും നിന്നെ പോലെയല്ല എന്ന് ദോക്കോ പറയുമ്പോൾ, ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞപ്പോൾ അവളും വരാൻ അങ്ങ് താല്പര്യം കാണിച്ചില്ല. എന്താ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന മാൻഡീസിനോട്, അവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവൾക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും, നിനക്കതറിയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്ന് സൈലൻ്റ് ആകുന്നുണ്ട്. എനിക്കെന്തായാലും അറിയേണ്ട എന്നാണ് മാൻഡീസ് അവിടെ പറയുന്നത്. നിന്റെ ഡൗട്ട് ഞാൻ തീർത്തേക്കാം, ഞാൻ ഉടനെ തന്നെ എം കെ പൊടി തട്ടി എടുക്കുന്നുണ്ട്, വീണ്ടും തുടങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട്. നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കാലം കഴിഞ്ഞ് നീ ആയിരിക്കും എം കെയുടെ മെയിൻ ആൾ. വെറുതെ ആ പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് നീ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യരുതെന്ന് ദോക്കോ പറയുന്നതും ഇവൻ തിരിച്ചെത്തുന്ന ടൈമിൽ ഇവൾ ഈ പ്രതിമകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. ഇവരായിട്ടാണോ തൻ്റെ ഡേറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഈ സ്ഥലത്തെ പറ്റി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്ന ജെയോട് ഇവൻ പറയുന്നുണ്ട് തൻ്റെ ബോസ് പറഞ്ഞു തന്നതാണെന്ന്. ഇവരാണല്ലേ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഈ പ്രതിമകൾക്കിട്ട് നല്ലതുപോലെ കൊടുക്കുന്നുണ്ട്. പിന്നീട് നേരത്തെ ഈ ഓൾഡ് മാൻ ആയിട്ടുള്ള തലയിൽ ഇവന് നല്ല വേദനയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഒടുക്കത്തെ ശക്തിയെന്ന് പറയുമ്പോൾ, അല്ല നിനക്ക് ഇവിടെ കമ്പനി ഒന്നും തുടങ്ങാൻ താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞേ, പിന്നെ പെട്ടെന്ന് എന്തൊരു മനമാറ്റം, അയാൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പറയാൻ, ഞാനേ മാൻഡീസ് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും, അതിൽ വല്ല സംശയമുണ്ടോ? അതിനാദ്യം വേണ്ടത് ഒരു ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കണം, അതേതാണ്ട് ഉറപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ബെഞ്ചമിൻ്റെ കാർഡാണ് ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഒരു ചെറിയ വിഷമം, അതായത് പണ്ടത്തെ ബോസിനെ വിട്ടിട്ട് വരണമല്ലോ, ഇവിടെ തുടങ്ങിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത മനുഷ്യനല്ലേ. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന മാൻഡീസ് ആണെങ്കിൽ ആ പൊട്ടി പാളീസായ കമ്പനിയിൽ നിന്ന് നിന്റെ ഫ്യൂച്ചർ നശിപ്പിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്, പറയുന്നത് മനസ്സിലാക്കി എൻ്റെ കൂടെ വായു എന്ന് പറഞ്ഞ് ഇവളോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഇവളാണെങ്കിൽ ബോസിനെ കണ്ട് ഇങ്ങനെ പോകുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ, ഇതെന്തായാലും കപ്പൽ മുങ്ങാറായാലും ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് സാഡായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവൾക്ക് ചെറിയ വിഷമമൊക്കെ വരുന്നുണ്ട്. ഈ ടൈമിൽ മാൻഡീസ് ആണെങ്കിലും സുമിനോട്, അതെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഒരു എ ചെറുപ്പക്കാരനുണ്ട്, ബി ചെറുപ്പക്കാരിയുണ്ട്, രണ്ടുപേരും ചെറുപ്പം മുതലേ ഭയങ്കര ഫ്രണ്ട്സാണ്, ബ്രോസിനെ പോലെയാണെന്ന് പറയുമ്പോൾ ഒരാൾ പെണ്ണാണെന്നല്ലേ പറഞ്ഞ്, അപ്പം എങ്ങനെ ബ്രോയാകുമെന്ന് സുമിൻ ചോദിക്കുകയാണ്. പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഈ ബി ആയ പെൺകുട്ടി പറയുന്ന എയോട് എനിക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന്, പക്ഷേ ശരിക്കും അങ്ങനെ ഒരാളില്ല, അപ്പം എന്തിനായിരിക്കും നുണ പറഞ്ഞതെന്ന് മാൻഡീസ് ചോദിക്കുമ്പോൾ, അത് ബിക്ക് എക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയായിരിക്കും, അതുപോലെ എയുടെ പെരുമാറ്റമൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ മാൻഡീസ് ആണെങ്കിൽ അങ്ങനെയല്ല, അത് ചിലപ്പോൾ
ഇങ്ങനെ ആയിക്കൂടി എന്ന് പറഞ്ഞ് എന്തോന്ന് പറയാൻ വരുമ്പോഴേക്കും ഇടയിൽ കയറുന്ന സുമിനാണെങ്കിൽ കിട്ടിപ്പോയി അതല്ല, അതായത് ബി എന്ന് പറയുന്ന പെൺകുട്ടി എ ഒരിക്കലും ഒരു ആണായിട്ട് കരുതുന്നില്ല, ഒരു ബോയ് ഫ്രണ്ട് ആയിട്ട് കരുതുന്നില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന മാൻഡീസ് ആണെങ്കിൽ എവിടെ എല്ലാവരും ഇതുവരെ സെറ്റ് ആയില്ലേ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ സുമിനാണെങ്കിലും ഇവന്റെ മനസ്സ് ഒരു തുറന്ന പുസ്തകം പോലെ എന്തും പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറയാണ്. അതായത് ഇവർക്ക് എല്ലാവർക്കും അറിയാം മാൻഡീസിന് ജെയോട് താല്പര്യം ഉണ്ടെന്നും പിന്നെ ഇപ്പൊ ഈ എക്സാമ്പിളിന്റെ കാര്യം അത് കുറച്ച് ബുദ്ധിയുള്ള ആർക്കും ഊഹിച്ചൂടെ ഇവരെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന്. ഇവൻ ജെയെ വിളിക്കാൻ പോകുമ്പോൾ ജെയും ബോസും കൂടിയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇവൻ അങ്ങോട്ട് കയറുന്നില്ല. പിന്നീട് ദോങ്യോങ്ങിനോടും ലീയോടും ഈ ഇൻവെസ്റ്ററെ പറ്റി പറയുമ്പോൾ ഒരു ഗെയിം, അതായത് ഇവരെ ഹൈസ്കൂളിലൊക്കെ കളിച്ചൊരു ഗെയിം ആയിരിക്കും, അതിന്റെ ക്രിയേറ്റർ ആണ് ആളെന്നൊക്കെ പറയുന്നതും ഗെയിമോ ഏത് ഗെയിം എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. ഇവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നീട് ബെഞ്ചമിനെ കാണാൻ പോകുമ്പോൾ ഇവൻ ഡെവലപ്പ് ചെയ്ത ഒരു ഗെയിം ഇവരിങ്ങനെ കാണുകയാണ് കേട്ടോ. മാൻഡീസ് ആണെങ്കിലും ഇതുപോലത്തെ ഗെയിം റിയൽ ലൈഫിലൊന്നും നടക്കത്തില്ല, ഇങ്ങനെയൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് കളിയാക്കുമ്പോൾ അങ്ങോട്ട് ബെഞ്ചമിൻ എത്തുന്നുണ്ട്. അപ്പോൾ ജെയ് ആണെങ്കിലും അങ്ങനെ പറയാൻ പറ്റത്തില്ല, നൈസ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ ജെയിനെ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ കൊള്ളാലോ, നല്ല സുന്ദരിയായിട്ടുണ്ട്, തന്നെ ഇങ്ങനെ ഒരു 3D വീക്ഷിക്കുന്ന ടൈമിൽ ഒരു ഗെയിം ക്യാരക്ടറാക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഈ സംസാരം ഒന്നും തന്നെ മാൻഡീസിന് ഇഷ്ടപ്പെടുന്നില്ല, നല്ല കുശുമ്പ് തോന്നുന്നുണ്ട്. പിന്നീട് ജെയ് ആണെങ്കിൽ ഇവന്റെ മുന്നിൽ പ്രസന്റേഷൻ ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൽ MK എന്നുള്ള കമ്പനി എത്ര ഡ്യൂട്ടീസ് ഏറ്റെടുത്തു, എത്ര പേരെ കൊന്നു, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വായിക്കുമ്പോൾ ബെഞ്ചമിന് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇവനാണെങ്കിലും ചത്തവര് ചത്തു, അതൊന്നും വലിയ കാര്യമാക്കണ്ട, ഞാൻ ഓൺലി നമ്പേഴ്സ് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, ഈ പ്രോഫിറ്റ് ഒന്നും കാര്യമാക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവന്റെ സംസാരം ഒന്നും തന്നെ മാൻഡീസിന് ഇഷ്ടമാകുന്നില്ല. ഒരു റൂഡായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കേട്ടോ. ജെയ് ആണെങ്കിൽ ദോങ്യോങ്ങിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവന്റെ ചാർട്ട് എടുക്കുകയാണ്. ആ ടൈമിൽ ഈ ബെഞ്ചമിൻ ആണെങ്കിൽ അയാൾ അവിടെ ഇരിക്കട്ടെ, ആദ്യം ജെയുടെ ചാർട്ട് നോക്കാം, അത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊന്നും മാൻഡീസിന് ഇഷ്ടമാകുന്നില്ല. താനൊരു പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ, അല്ല താൻ MKയിലെ ഇന്ത്യൻ ആയിരുന്നു, എന്നിട്ട് എന്തിനാ ഈ പേരില്ലാത്ത കമ്പനി തുടങ്ങിയത്, പാവം നഷ്ടത്തിലായിരുന്നു അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദേഷ്യം വരുന്ന മാൻഡീസ് ആണെങ്കിൽ അവൾക്കൊരു ചെയർ വുമൺ ആകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തുടങ്ങിയതാണ്, അവളുടെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്കും കഴിവുണ്ടോ, അല്ല നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഈ നേരിട്ട് കാണാൻ വല്ല ഏർപ്പാടുണ്ടോ എന്ന് ബെഞ്ചമിൻ ചോദിക്കുമ്പോൾ ഇവളൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല. അല്ല ഈ ജെയ് ഇയാളുടെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ഇവൻ മാൻഡീസിനോട് ചോദിക്കുമ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന മാൻഡീസിനോട്, അല്ല ഈ നിന്നേക്കാ കഴിവ് വിൽക്കുണ്ടോന്ന് അറിയാൻ എനിക്കൊരു താല്പര്യം, അപ്പം എങ്ങനെയാ നിങ്ങൾക്ക് തമ്മിലൊന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്റെ ഗെയിമിലെ ക്യാരക്ടേഴ്സ് അല്ല എന്ന് മാൻഡീസ് അവിടെ പറയുന്നുണ്ട്. ഗെയിം അല്ലേ, ശരിയാ, ഞാൻ ഈ ഗെയിമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാന്ന് പറയുമ്പോൾ മാൻഡീസ് ഞാൻ ഈ ആളുകളെ കൊല്ലുന്ന ആളാണെന്ന് അവിടെ പറയുന്നുണ്ട്. ശരിക്കും ഇവർ തമ്മിലുള്ള സംസാരം ഞാനിതുപോലെ പറയുന്ന പോലെയല്ല കേട്ടോ, നല്ല ഉരുളക്കുപ്പേരി പോലെയായിരിക്കും കണ്ടിരിക്കാൻ, നല്ല രസമൊക്കെയാണ്. മാൻഡീസ് ആണെങ്കിലും ദേഷ്യത്തിൽ ഇവനായിട്ടൊരു ഡീലിന് എനിക്ക് താല്പര്യമില്ല, നമുക്ക് പോകാമെന്ന് പറയുന്നതും ഇനി നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ ബെഞ്ചമിൻ ആണെങ്കിൽ ജെയ്യെ നോക്കി നിന്റെ ബോയ് ഫ്രണ്ട് പോകുന്നു, പിന്നാലെ പോ എന്നാണ് പറയുന്നത്. അങ്ങനെ ജെയ് ആണെങ്കിലും ഇവനോട് ചൂടാകുന്നുണ്ട്. അല്ല നിന്റെ ഉദ്ദേശം എന്താ, ഇങ്ങനെ ഒരു ഇൻവെസ്റ്ററെ കഷ്ടപ്പെട്ടിട്ടല്ലേ കണ്ടുപിടിച്ച്, എന്തിനാ ചൂടായി എന്ന് ചോദിക്കുമ്പോൾ നീ കണ്ടില്ല അവൻ്റെ സ്വഭാവം, അവൻ നമ്മളെ ഒന്നൊരു മനുഷ്യനെ ആയിട്ട് പോലും കരുതുന്നില്ല, ഓൺലി പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്പേഴ്സ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇയാളായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ജെയ് ആണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ജോലി ഇല്ലാതിരിക്കുക, പിന്നെ നമ്മുടെ ഈ ജോലിയിലും അത്രമാത്രം എത്തിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ട് നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഈ മാൻഡീസിനോട് അവിടെ ദോങ്യോങ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കാര്യമെന്ന്, നിങ്ങളുടെ കാര്യം അത് പിന്നെയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവോയ്ഡ് ചെയ്യുന്ന ടൈമിൽ ദേഷ്യം വരുന്ന ദോങ്യോങ് ആണെങ്കിൽ ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നം, നീ അവളെ മാത്രമേ കരുതുന്നുള്ളൂ, ഞങ്ങളെ പറ്റിയൊന്നും ആലോചിക്കുന്നത് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന മാൻഡീസ് ഇവൻ അടിക്കാൻ പോകുന്നുണ്ട്. ബ്ലോക്ക് ചെയ്യുന്ന ഈ ജെയ് ആണെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കുന്ന ദോങ്യോങ്ങിനോട് പറയുമ്പോൾ ഇതിനൊക്കെ കാരണം നീയാണ്, അവന് നിന്നോടൊരു ഇഷ്ടമുണ്ട്, അത് നിനക്കറിയാം, നിനക്കും തിരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറ, എന്നിട്ട് രണ്ടുപേരും അങ്ങ് സെറ്റാവും, അല്ലാതെ ഇമ്മാതിരി കളി കളിച്ചിട്ട് കുട്ടിക്കളിയാക്കല്ലേ, ഞങ്ങൾക്ക് വരെ ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവരൊന്ന് സൈലന്റ് ആകുന്നുണ്ട് കേട്ടോ. ദോങ്യോങ് ആണെങ്കിലും മറ്റ് രണ്ട് ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, അല്ലാതെ ഇവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എവിടെ എത്തത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ഇവൻ ഒറ്റയ്ക്കിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജെയ് ആണെങ്കിൽ ഈ ഇൻവെസ്റ്ററുടെ കാര്യം ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഇവൻ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നീ MKയിൽ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഇതിവിടെ ചെലവഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് അല്ല ഇതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഹോൾഡ് വെച്ചിട്ട് ഈ MKയിൽ കുറച്ച് തയ്യപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ തപ്പാന്ന് പറയുന്ന മാൻഡീസിനോട് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ, നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനി വെയിറ്റ് ആണ്, നിനക്ക് അവരുടെ അടുത്തേക്ക് തിരിച്ചു പൊക്കൂടെ എന്ന് ജെയ് ചോദിക്കുമ്പോൾ ഇവനൊന്ന് സൈലന്റ് ആകുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ജെയി ആണെങ്കിൽ ദോങ്യോങ് പറഞ്ഞതുപോലെ നീ എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്കതറിയാം, എന്നിട്ടും നീ എന്നെ അവോയ്ഡ് ചെയ്യാണല്ലേ? സുമിൻ പറഞ്ഞത് കറക്റ്റാ, ഞാൻ നിൻ്റെ കൂടെയുള്ളത് നിനക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടാകും എന്ന് പറയുമ്പോൾ ഇവളൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല. ഞാൻ എന്തായാലും നിന്നെ അൺകംഫർട്ടബിൾ ആക്കാൻ നോക്കുന്നില്ല. പിന്നെ നിനക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നേ. ഈ മാൻഡിസായ ഞാനൊരു കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യേ ഇല്ല, ഞാൻ അങ്ങനെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ സ്വന്തം കമ്പനി ആയിരിക്കും. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. ഇവനാണെങ്കിലോ കമ്പനി തുടങ്ങാൻ പോവാണ്, സോ ചെയർമാൻ ഞാനായിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല എന്ന് ഇവളോട് പറയുമ്പോൾ ഇവൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ വെച്ചിട്ടൊരു കമ്പനി അങ്ങ് തട്ടിക്കൂട്ടുന്നുണ്ട്. അതിൽ ഈ ചെയർമാൻ ഇവനായിരിക്കും, വൈസ് ചെയർമാൻ ജെയി ആയിരിക്കും കേട്ടോ. മീറ്റിംഗ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞു, അതായത് ഇവർ ഓരോ കൊട്ടേഷൻ വർക്ക് കൊടുക്കുമ്പോൾ അതിന് ABCD എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നല്ല റിസ്ക് ഉള്ളത് A ആയിരിക്കും, തുടർന്ന് താഴത്തോട്ട് റിസ്ക് കുറഞ്ഞു വരുന്ന തരത്തിലായിരിക്കും. അപ്പോൾ A ഷോയൊക്കെ ഇവൻ എടുക്കുന്നുണ്ട്, B ഒക്കെ ജെയ്ക്ക് കൊടുക്കുന്നുണ്ട്, Cയും Dയും ഈ സുമിനാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ലീക്ക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല, കാരണം ഇവന് അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അങ്ങനെ പിന്നീട് ഇവർ പാർട്ടിയൊക്കെ നടത്തുന്നതും ഈ സുമിനാണെങ്കിലും അല്ല ചെയർമാനെ, നമ്മുടെ കമ്പനിക്ക് ഒരു പേര് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാൻഡിസ് കമ്പനി എന്നാണ് കേട്ടോ ഇവൻ പേരിടുന്നത്. അങ്ങനെ ഇവർ 3 പേരും ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് കൊട്ടേഷനൊക്കെ തന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് അത്യാവശ്യം വർക്കൊക്കെ കിട്ടുന്നുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റും ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ദോഖോനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഞങ്ങളുടെ കമ്പനിയൊക്കെ നന്നായി പോവുകയാണ്, നിങ്ങൾക്ക് ഈ MKയുടെ സ്വാധീനമൊക്കെ വെച്ച് കുറച്ച് ഷോസ് ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഷോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും നന്നായിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ന്യൂസൊക്കെ കിട്ടത്തുള്ളൂ, കുറച്ചുകൂടി പോപ്പുലാരിറ്റി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ദോക്കയാണെങ്കിൽ നീ ശരിക്കും ഒരു ചെയർമാൻ്റെ ഒരു സ്വഭാവമൊക്കെ എടുത്ത് തുടങ്ങി, ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ നീ തിരിച്ചൊരു കാര്യം എനിക്ക് ചെയ്തു തരണം. അതായത് ഈ MK ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടുന്നുണ്ട്. ഓൾറെഡി മിൻക്യൂൻ മരിച്ചു എന്ന് പറഞ്ഞ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ. സോ നിൻ്റെ ആവശ്യം വരുന്ന ടൈമിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, എൻ്റെ കൂടെ നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഡബിൾ ഓക്കെ എന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ സുമിനാണെങ്കിലും ഓൾറെഡി ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, പെട്ടെന്ന് അത് ക്യാൻസൽ ആവുകയാണ് കേട്ടോ. അങ്ങനെ ഇവർക്ക് വലിയ കാര്യമായിട്ട് വർക്കൊന്നും കിട്ടുന്നില്ല. ഇവർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ കിട്ടുന്ന വർക്ക് മൊത്തം മാൻഡിസിനായിരിക്കും. ഇതിനെപ്പറ്റി സുമിനും ലീയും സംസാരിക്കുകയാണ്. ഇതിനേക്കാൾ ഭേദം ദോങ്യോങ്ങിൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു, ഇതിപ്പോൾ എല്ലാ വർക്കും മാൻഡിസ് അല്ലേ ഏറ്റെടുക്കുന്നത്, ഒരു 1 man ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ജെയി ആണെങ്കിലോ ഇവനോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അതായത് നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവൻ്റെ മുന്നിൽ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ നിനക്കും ഷോ കിട്ടുമെന്ന്. ആ ടൈമിലാണ് അങ്ങോട്ട് മാൻഡിസ് കയറി വരുന്നത്. ഇവനാണെങ്കിൽ ജെയ്ക്ക് ഒരു ഷോ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളാണെങ്കിലും ലീയോടും സുമിനോടും നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം മാൻഡിസ് ആണെങ്കിൽ ഇവളോട് പതുക്കെ, നീ എന്തേ കാണിക്കുന്നത്, അവർക്കൊന്നും കൂട്ടിയത് കൂടത്തില്ല, വലിയ വർക്കാന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ഇവളാണെങ്കിൽ എനിക്ക് തന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ്, അതെ ഇയാൾ ഈ കമ്പനിയുടെ ചെയർമാൻ അല്ലേ, ഇയാൾ മാത്രം ജോലി ചെയ്തിട്ട് കാര്യമില്ല, ബാക്കി എല്ലാവർക്കും കൂടി വർക്ക് കൊടുക്കണം, അവരെ കൂടി ട്രസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനതിന് അവരെ പട്ടിണിക്കൊന്നും ഇടുന്നില്ലല്ലോ, പൈസയൊക്കെ കൊടുക്കുന്നില്ലേ, നിങ്ങൾക്കറിയോ ഇങ്ങനത്തെ ഒരു ബോസിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം, അതിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ സ്വയം ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾക്കും ഡ്യൂട്ടീസ് ഇങ്ങനെ തന്നൂടെ, അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന ജെയ്യോട് അതെങ്ങനെ ശരിയാകും, അവർക്കൊന്നും മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും മുക്കണോ എന്ന് ചോദിക്കുന്ന ഇവനോട് ഒരിക്കൽ MK നിങ്ങളെ ട്രസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്, അതുപോലെ നീ ഞങ്ങളെയും ട്രസ്റ്റ് ചെയ്യണം, അല്ല നിനക്ക് അവരെ വിശ്വാസമില്ലാത്ത പോലെ എന്നെ വിശ്വാസമില്ല എന്ന് ചോദിക്കുമ്പോൾ നിന്നെ എനിക്ക് വിശ്വാസമാണ്, ശരി ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ ഷോസ് ഒക്കെ തന്നെ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല, നിനക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തതെന്നൊക്കെ പറഞ്ഞ് ഇവൾ ചൂടാകുന്ന ടൈമിൽ ദേഷ്യം വരുന്ന ഇവനാണെങ്കിൽ ഇവൾ കുറച്ച് ചീത്തയും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ചൂടായിട്ട് നീ അധികം സംസാരിക്കൊന്നും വേണ്ട, ഞാനുള്ളത് കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്, നീ ഓൾറെഡി കമ്പനി തുടങ്ങിയപ്പോൾ നിൻ്റെ പഴയ ബോസിനെ ചതിച്ചിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് വന്നതല്ലേ, അതുകൊണ്ട് വലിയ ആളാവാനൊന്നും നോക്കേണ്ട, ഇവിടെ ഞാൻ പറയുന്നതാ നടക്കത്തുള്ളൂ, പിന്നെ ഇനി നീ പറയണത് നടക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നെ തോൽപ്പിക്കുക, എന്നിട്ട് നീ ബോസ് ആകുക, എന്താ ഒരു ഫൈറ്റിങ്ങിന് താല്പര്യമുണ്ടോ എന്ന് മാൻഡിസ് ചോദിക്കുമ്പോൾ ഇവളൊന്നും തന്നെ പറയുന്നില്ല, തിരിച്ചു പോവുകയാണ്. അതിനുശേഷം ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സാഡ് ആകുന്ന ജെയിനെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിൽ ദോങ്കയെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവളൊരു വർക്കിന് പോയിട്ടുണ്ടായിരിക്കും, ഇവനെ വിളിക്കുന്നുണ്ട്, വർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നതും ഇവൻ എന്തോന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും ഇവൾ അങ്ങ് കോള് കട്ടിയാണ്. ഇത് കാണുന്ന ദോക്കയാണെങ്കിൽ അവൾ ഒന്നും കേൾക്കാതെ വെച്ചു അല്ലേ, ഇതുകൊണ്ടാണ് ഞങ്ങൾ അവളെ സെലക്ട് ചെയ്യാനെന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാക്കേണ്ടെന്ന് പറയുന്ന മാൻഡിസിനോട് ഞാനും മിൻക്യൂനും തമ്മിൽ പിരിയാനുണ്ടായ കാരണം എന്താണെന്ന് നിനക്കറിയുമെന്ന് അവിടെ ചോദിക്കുമ്പോൾ അത് പേഴ്സണൽ ആണെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുന്ന മാൻഡിസിനോട് ഇവൻ എന്താ കാര്യം എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവള് വർക്ക് തീർത്തിട്ട് തിരിച്ചു പോകുന്ന ടൈമിൽ കുറച്ച് ആളുകൾ ഇവളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവളാണെങ്കിലോ എന്നും വരാറുള്ള ക്ലബ്ബിൽ കയറുന്നതും കുറച്ച് ആളുകൾ എന്നെ അന്വേഷിച്ചു വരുന്നുണ്ട്, ഒരു ഫൈറ്റിങ്ങിന് സെറ്റ് ആകണം എന്നൊക്കെ പറയുന്നതും കാണിക്കുന്നുണ്ട്. ഡോങ്കയാണെങ്കിലോ നമ്മുടെ കൂടെ എപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ആള്, നമ്മളെക്കാൾ
നമ്മളെക്കാൾ കഴിവുള്ള ആളാണെങ്കിൽ നമുക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നും. അത് പിന്നെ ഒരു കുശുമ്പും അതുപോലെ മറ്റെന്തൊക്കെയോ ആയി മാറും എന്ന് പറയുന്നതും ഇതേ ടൈമിൽ ഈ ജയ് ആണെങ്കിൽ ഇവരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരാ, എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് ചോദിക്കുന്ന ജയ് ആണെങ്കിൽ എന്തായാലും ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞൊരു ഭ്രാന്തിയെ പോലെയാണ് ഇവൾ അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. ഈ ടൈമിൽ ദോങ്കോയാണെങ്കിൽ ഒരു പാസ്റ്റ് സീൻ അവിടെ ഓർത്തെടുക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഫൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവനെയാണ് സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഇവള് ദോങ്കോയോട് ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ ജയിച്ചത്, എന്നിട്ട് എന്തിനാ നിങ്ങൾ അവനെ സെലക്ട് ചെയ്തേന്ന്. ദോങ്കോയാണെങ്കിലും നിനക്ക് ഒരിക്കലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല, അവനെ കുറച്ച് ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നെവർ എന്ന് എടുത്തു പറയുന്നുണ്ടല്ലോ. ഇവളാണെങ്കിലും നെവർ എന്നോ ഒരിക്കലും കഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഒരു പ്രാവശ്യം കൂടി ഗെയിം നടത്താം, ഇപ്രാവശ്യം ഫേക്ക് ബ്ലേഡ് വേണ്ട, റിയൽ ബ്ലേഡ് മതി എന്ന് പറയുമ്പോൾ ഇവളുടെ ഈ സംസാരം കേൾക്കുന്ന ദോങ്കയാണെങ്കിൽ നിന്നെ പോലെയുള്ള കുട്ടികൾ ഇവിടെ ചേർക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല, കാരണം നിന്നെ പോലെയുള്ള ആളുകൾ പിന്നീട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിലും ആ മിൻക്യൂൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നെ എടുക്കേണ്ടെന്ന്, അപ്പോൾ നിങ്ങളത് സാധിച്ചു, നിങ്ങൾ അയാളുടെ വെറും ഒരു നായ മാത്രമാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ഈ ദോങ്കയാണെങ്കിലും കണ്ടോ ഇതാ നിന്നെ എടുക്കാഞ്ഞെന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും ഇവൻ കാണുന്നത് എന്താ, ഇവള് ഫൈറ്റ് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ ഒരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ദോങ്കയാണെങ്കിൽ ഇവളെ മലർത്തി അടിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ ഇവളുടെ ഫൈറ്റിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ. ദോങ്കയാണെങ്കിൽ ജയിക്കാൻ വേണ്ടി അവൾ എന്തും ചെയ്യും, അവളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതെ അവൾ എപ്പോഴും എന്നെയായിട്ട് മത്സരിച്ച് നിൽക്കാറുണ്ട്, അത് ശരിയാണ് എന്ന് വിചാരിച്ച് അവൾക്കൊരിക്കലും എന്നെ കൊല്ലാനൊന്നും കഴിയില്ല, അങ്ങനെ അവൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കില്ല എന്ന് പറയുന്ന മാൻഡിസിനോട് എനിക്കും മിൻക്യൂവിനെ കൊല്ലണമെന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഒരിക്കലും എൻ്റെ കൈ ഒന്ന് ഉയർന്നല്ലോ, അതിൻ്റെ കാര്യമായിട്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ റിട്ടയർ ആയിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് മനുഷ്യന്മാരുടെ കാര്യമില്ലേ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ ദോക്കയോട് ഇവൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഇത് പറയാതെ ഇപ്പോൾ പറയുന്നതെന്ന്. ഇവനാണെങ്കിലും അത് പിന്നെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം നിങ്ങൾ പിന്നെ സെപ്പറേറ്റ് ആയി, പിന്നീട് ഒരിക്കലും ഒന്നിക്കുന്നു ഞാൻ വിചാരിച്ചില്ലേ, ഇപ്പോൾ ഇത്രയും ക്ലോസ് ആയ സ്ഥിതിക്ക് ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇതേ ടൈമിൽ തന്നെ ഫൈറ്റ് നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈറ്റ് കഴിയുന്ന ടൈമിൽ ഒരുത്തം വന്ന് ഇവളെ വീണ്ടും ഇടിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവനെ കൊല്ലാൻ നോക്കുന്ന ടൈമിൽ അത് ദോങ്ങിയോ ആയിരിക്കും കേട്ടോ. ദോങ്ങിയോ ആണെങ്കിൽ ചേച്ചി ഇത് ഞാനാ എന്ന് പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടാണെന്നൊന്നും നോക്കാതെ ഇവൾ അപ്പം തന്നെ ദോങ്ങിയോൻ്റെ കഴുത്തങ്ങ് വെട്ടുന്നുണ്ട് കേട്ടോ. ആരിതൊക്കെ ചെയ്യുന്നതെന്ന് ഇവൾ അലറുന്ന ടൈമിൽ ബെഞ്ചമിനും ടീമും ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നിന്റെ കഴിവ് നേരിട്ട് കാണണമെന്ന്, ഇന്ന് ഞാനത് കണ്ടു. അല്ല നിന്നേക്കാ കഴിവ് മാൻഡിസിനുണ്ടോ? അല്ല എനിക്ക് ഊഹിക്കാൻ വയ്യേ, ഇത്രയും കഴിവുണ്ടായിട്ട് നീ എന്തിനാ അവൻ്റെ കൂടെ നിൽക്കുന്നേ എന്നാണ് ബെഞ്ചമിൻ ഇവളോട് ചോദിക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസം ഇവളാണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് ഓഫീസിലെത്തുന്നത്. അപ്പോൾ ഇവനാണെങ്കിലും എന്താ ലേറ്റായി, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവൾ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ഇവൻ ദേഷ്യപ്പെടുന്ന ടൈമിൽ എല്ലാ കാര്യം നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് ജയിയോട്. ഞാനാ ഇവിടുത്തെ ബോസ്, അപ്പോൾ ചിലപ്പോൾ പറയേണ്ടി വരും എന്ന് പറയുന്ന ഇവനോട് ഇവള് ദേഷ്യത്തിൽ അന്നൊരു ഫൈറ്റിനെ പറ്റി പറഞ്ഞില്ലേ അതിപ്പോൾ നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ഫൈറ്റിങ്ങിന് വേണ്ടി റെഡിയാകുന്നുണ്ട്. അപ്പോൾ ലീയും സുമിനും ആണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്, എന്താ ചെയ്യുക, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, വല്ല പ്രശ്നമാകുമെന്ന് സുമിൻ ചോദിക്കുമ്പോൾ അല്ല ഈയിടെയായിട്ടേ ഈ ജയ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മാൻഡീസ് ആണെങ്കിൽ കുറച്ച് പ്രാക്ടീസൊക്കെ കുറവാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ ക്യൂരിയോസിറ്റി ആണോ തോന്നുന്നത് അതോ പേടിയാണോ തോന്നുന്നതെന്ന് സുമിൻ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കാണെങ്കിലും അവിടെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ റൂഫ് ടോപ്പിലേക്ക് പോകുന്നുണ്ട്. റൂഫ് ടോപ്പിൽ മാൻഡീസ് ആണെങ്കിലും നീ നന്നായിട്ടൊന്നും ഫൈറ്റ് ചെയ്യാൻ വരണ്ട, ഞാൻ നിനക്ക് കുറച്ച് ഈസി ആക്കി തരാമെന്ന് പറയുമ്പോൾ ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ നീയാ ജയിക്കുന്നത്, നീ അങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൻ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല, അത്യാവശ്യം വർക്കൗട്ടും മറ്റും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, അതായത് ഇവൻ തോറ്റു മുട്ടുകുത്തിയിരിക്കുന്നതാണ് കേട്ടോ. ആ നീ ജയിച്ചു, അപ്പോൾ ഇനി നീ തന്നെ ആവട്ടെ കമ്പനിയുടെ ചെറുവുമാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്തോ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതൊക്കെ തന്നെ ലീ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ നേരെ ബെഞ്ചമിൻ്റെ കമ്പനിയിൽ പോയിട്ട് അങ്ങ് ജോയിൻ ചെയ്യാണ്. അങ്ങനെ ബെഞ്ചമിൻ്റെ കമ്പനിയിൽ ഇവളായിരിക്കും ചെയർവുമൺ ആയിട്ടുണ്ടാവുക. അങ്ങനെ ആ കമ്പനി നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ലീ ആണെങ്കിൽ സുമിനെ കാണാൻ വരുന്നതും, അതായത് നീ ഇങ്ങനെ മാൻഡീസിൻ്റെ കൂടെ നടക്കല്ലേ, നിങ്ങൾക്കിപ്പോൾ ഒരു വർക്കും കിട്ടുന്നില്ലല്ലോ, ഞങ്ങളുടെ കൂടെ വായു എന്ന് പറയുമ്പോൾ സുമിൻ ഇവനോട് ചൂടാകുന്നുണ്ട്. അതായത് ലീ ഒരു വീഡിയോ എടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഇവരുടെ ഫീൽഡിൽ അങ്ങ് വൈറലാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാൻഡീസിനൊരു കഴിവുമില്ല, ഇവൾക്ക് ഭയങ്കര കഴിവെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. അങ്ങനെ പിന്നീട് ഇവരുടെ ഒരു കമ്പനി നല്ല ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. മാൻഡീസിൻ്റെ കൂടെ ആരും ഉണ്ടായിരിക്കത്തില്ല, സുമിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുമിൻ ആണെങ്കിൽ ഇതും പറഞ്ഞ് ലീയോട് ചൂടാകുന്നുണ്ട്. ബെഞ്ചമിൻ ആണെങ്കിലും ഇവൾക്ക് പുതിയൊരു പേരിട്ട് കൊടുക്കുന്നുണ്ട്, ലിസാർഡ് എന്നായിരിക്കും കേട്ടോ. ഈ പേര് ഇവൾക്കൊന്നും ഇഷ്ടമാകുന്നില്ല എന്ന് ഇവനാണെങ്കിലും അത് തന്നെയാണ് കേട്ടോ ഇവളെ വിളിക്കുന്നത്. ഈ MK ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജയിക്ക് വലിയ കാര്യമായിട്ട് നെഗറ്റീവ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ ബെഞ്ചമിൻ ആണെങ്കിലും എന്തായാലും ആ റൂൾസ് ഒക്കെ ഉണ്ടാക്കിയ ആൾ മരിച്ചു, മരിച്ചിട്ടില്ലേ ഒരുത്തിനു കൂടി ബാക്കിയുണ്ട് ദോങ്കോലെ, അവനെ അങ്ങ് തീർത്താലോ എന്ന് പറയുന്നതും, അതായത് ബെഞ്ചമിൻ്റെ
അടുത്ത ലക്ഷ്യം ഇതൊക്കെ ആയിരിക്കും കേട്ടോ. ആൾക്ക് എന്നെ തീരെ റെസ്പെക്റ്റ് ഇല്ല, എന്നെ ഒരുമാതിരി തരം താഴ്ന്നിട്ടാ കാണുന്നത്, അതുകൊണ്ട് നീ ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ബെഞ്ചമിൻ ഇവളോട് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ മാൻഡിസിന്റെ അടുത്തേക്ക് എത്തുന്ന ഈ ദോങ്കയാണെങ്കിലോ ഇവന് ഷോസ് കുറെ കൊടുക്കാന്ന് പറയാണ്. പകരം ഒരു അസംബ്ലി നടക്കുന്നുണ്ട്, അതിൽ ഇവന്റെ സഹായം വേണമെന്നാണ് പറയുന്നത്. ദോങ്കയാണെങ്കിലോ നീ MK കമ്പനിയിലേക്ക് തിരിച്ചു വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ ഇവൻ അവിടെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്ന ഈ ദോങ്കയാണെങ്കിലോ ഇവന്റെ അസിസ്റ്റന്റിനോട് അങ്ങനെ എല്ലാ ഷോസും കൊടുക്കണ്ട, കുറച്ച് മാത്രം കൊടുത്താൽ മതി, ബാക്കി അങ്ങ് കട്ട് ചെയ്തേക്കെന്ന് പറയുന്നുണ്ട്. സുമിനാണെങ്കിലോ മാൻഡിസിനോട് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ MKയിലേക്ക് തിരിച്ചു പോകാത്തത്, എന്നെ കാര്യമാക്കേണ്ടെന്ന് പറയുമ്പോൾ അതായത് ഇവർക്കൊരു D വർക്കും കിട്ടിയിട്ടുണ്ടാവും, B വർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ B വർക്ക് നീ ചെയ്യുന്നുണ്ടോ എന്ന് ഇവളോട് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്യണോ? ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ കൊടുക്കേണ്ടെന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ഒരു ഫയൽ അങ്ങ് തട്ടിപ്പറിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ D വർക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് വളരെ നിസ്സാരമായിരിക്കില്ല ഇവനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഇവൾ വർക്കിന് പോകുമ്പോൾ ഇവൾക്ക് നല്ല ഇടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഈ B ഷോസൊന്നും അധികം ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് കഴിവ് കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന മാൻഡിസ് ആണെങ്കിൽ എടി മര്യാദയ്ക്ക് അവൻ അടിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ എന്തിനാ എൻ്റെ വർക്കിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുന്ന സുമിനോട് ഇതെനിക്കറിയാം നീ അടി കിട്ടി താഴെ വീഴുന്നു, അതുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് മാൻഡിസ് പറയുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ എല്ലാം തീർക്കണം എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലും 30 സെക്കൻഡായി 10 സെക്കൻഡായി എന്നൊക്കെ പറഞ്ഞ് കൗണ്ട് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് 1 ആവുമ്പോഴേക്കും ഇവൾ ഇയാളുടെ കഥ അങ്ങ് തീർക്കുന്നുണ്ട്. അതിനുശേഷം ക്ലീൻ ചെയ്യാനുള്ള ആളുകളെ വിളിക്കുന്നതും ഇവനാണെങ്കിൽ കുറച്ച് പൈസ ആൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ല, ഇത്രയും ധാരാളിത്തം വേണമെന്ന് ചോദിക്കുന്ന ഇവൾക്കും മാൻഡിസ് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. നാളെ അസംബ്ലി അല്ലേ, നല്ല കോസ്റ്റ്യൂം ഒക്കെ വാങ്ങിയിട്ട് റെഡി ആയിട്ട് വായു എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഇവർ അസംബ്ലിയിലേക്ക് വരുമ്പോൾ അവിടെ ഓൾറെഡി ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരിക്കും. ഒരാളാണെങ്കിൽ നൈസായിട്ട് ഇവനെ ചൊറിയുന്നുണ്ട് കേട്ടോ. അല്ല മാൻഡിസ് അല്ലേ പുതിയ കമ്പനി തുടങ്ങിയിട്ട് ഈ ഗേള് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം എന്ന് പറയുന്ന മാൻഡിസിനോട് ഞങ്ങൾ കണ്ട മാൻഡിസ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇവൾക്ക് ശരിക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറയുന്നതും ആ ടൈമിലാണ് അങ്ങോട്ട് ജയ് എത്തുന്നത്. ഇവളാണെങ്കിൽ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെയാണ് വരുന്നത്. ഇവൻ നൈസായിട്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ ജയ് ഇവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ദോക്കയാണെങ്കിൽ കുറേ കാലമായിട്ട് ഞാൻ എവിടെയാണെന്ന് എല്ലാവരും ചോദിച്ചു. MK കമ്പനി ഒന്ന് തകർന്നല്ലോ, പക്ഷേ MK കമ്പനിയുടെ ഒരാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ഞാൻ ഇവിടെ ബാക്കിയുണ്ട്. ആള് എന്നെ റിട്ടയർ ഒക്കെ ചെയ്യിപ്പിച്ചതാണ്, പക്ഷേ എനിക്ക് ആൾ ബാക്കി വെച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, ഞാനത് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങ് സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ധൈര്യത്തോടു കൂടി തന്നെ ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ ഈ ABCD എന്നൊക്കെ പറഞ്ഞ് ഷോസ് ഒക്കെ വെച്ചതുകൊണ്ട് ഒരുപാട് അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എംപ്ലോയിഡ് ആവാൻ സാധിച്ചു. പക്ഷേ ഈ ചെറിയ കമ്പനികൾ ഒരുപാട് പൂട്ടിപ്പോയി. അതിന് കാരണം നിങ്ങളുടെ ഈ വൃത്തികെട്ട റൂളാണെന്ന് പറഞ്ഞ് ഇവൾ അവിടെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നൊക്കെയുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും മാൻഡിസ്, കാരണം ദോങ്കയോട് ഇവൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ താൻ എന്താ പറയുന്നത്, റൂൾസ് ഒന്നും വെക്കേണ്ട, തോന്നിയതുപോലെ ആവട്ടെ എന്നാണോ എന്ന് ചോദിക്കുന്ന ദോങ്കയോട് റൂൾസ് വേണം, പക്ഷെ അത് മറ്റ് കമ്പനിയുടെ തലയിൽ കയറി നിറങ്ങുന്നത് പോലെ ആകരുത്, എല്ലാവർക്കും നീതിപൂർവ്വമായിട്ടുള്ള രീതിയിലൊക്കെ സെറ്റാക്കണം എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മാൻഡിസ് ആണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഡിബേറ്റ് കാണാനാണോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങ് ചോദിക്കാം, എന്നിട്ട് വേഗം അങ്ങ് വീട്ടിൽ പോവാം. ഫസ്റ്റത്തെ കാര്യം, ഈ നിയമങ്ങളൊന്നും ഇഷ്ടമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പോലും ദോക്കയെ പേടിച്ച് കൈ പൊക്കുന്നില്ല കേട്ടോ. ശരി, ഇനി ഷോ വെക്കുന്ന കാര്യം, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ആരും കൈ പൊക്കുന്നില്ല. കണ്ടോ, തീർന്നു, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ എന്താ പ്രശ്നമെന്ന് മാൻഡിസ് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ റൂൾസ് വേണ്ട എന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല, റൂൾസ് വേണം, പക്ഷെ റൂള് ബ്രേക്ക് ചെയ്യുന്ന ആളുകളെ എന്തിന് MKക്കാർ കൊല്ലണം? അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ ഏജൻസി ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത മിൻക്യൂൻ എന്ന് പറയുന്ന ആൾ മരിച്ചു. അപ്പോൾ പിന്നെ അയാൾ ഉണ്ടാക്കിയ റൂള് ഞങ്ങൾ എന്തിനാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അത് ശരിയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിക്കണം എന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുന്ന ദോങ്കയോട് ഞാനൊന്ന് ട്രൈ ചെയ്താലോ, എന്താ എനിക്കതിനുള്ള പ്രാപ്തി ഇല്ലേന്ന് ഇവളങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് ദോങ്കോ പറയുന്നതും ഇവർ തമ്മിൽ ഫൈറ്റിങ്ങിന് റെഡി ആകുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ ഇവളത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദോങ്കോയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ ഇടയിൽ കയറുന്ന മാൻഡിസ് ആണെങ്കിൽ ഇവളുടെ ഇടി കൊണ്ട് അങ്ങ് നിലത്ത് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുമിനാണെങ്കിൽ അയ്യോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ദോങ്കയാണെങ്കിലോ ജയോട് നിന്റെ ഫ്രണ്ട് നിന്നെ രക്ഷിച്ചു, അല്ലെങ്കിൽ കാണായിരുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞ് ഇവൾ സ്റ്റൈലായിട്ട് അവിടെ നിന്നും പോകുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദോങ്കയാണെങ്കിലും ഇവനെ ചവിട്ടുമ്പോൾ അയ്യോ വേദനിച്ചിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് ദോങ്ക എണീക്കുന്ന ടൈമിൽ ഇപ്രാവശ്യം നീ അവളെ രക്ഷിച്ചു, പക്ഷേ ഇനിയും ഇവളിത് തുടർന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ ഒരു ചോരപ്പുഴ തന്നെ ഒഴുകുമെന്നാണ് ദോങ്ക ഇവനോട് പറയുന്നത്. മാൻഡിസ് ആണെങ്കിലും ഇതൊന്നും തന്നെ
അവള് ചെയ്യുന്നതല്ല, ആ വൃത്തികെട്ട ആ പയ്യനുണ്ടല്ലോ ബെഞ്ചമിൻ, അവൻ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും തന്നെ ദോങ്കോ കേൾക്കുന്നില്ല കേട്ടോ. ഇവളാണെങ്കിലും ബെഞ്ചമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബെഞ്ചമിന് ശരിക്കും ദേഷ്യം വരുന്നു. ഇവനാണെങ്കിലും അവിടെയുള്ള ഒരു കത്തി എടുത്തിട്ട് ഈ സ്റ്റാഫിന്റെ കൈ അങ്ങ് മുറിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ബ്ലഡ് ആക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചു പോകുന്ന ജെയ്യോട് ലീ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ ഓൾറെഡി MKക്കെതിരെ തിരിയെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത് ഇത്തിരി പെട്ടെന്നായി പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബെഞ്ചമിൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്, കുറച്ച് റിസ്ക് ആണ്, പക്ഷേ ഈ റിസ്ക് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ MKയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്യാവുന്ന തരത്തിൽ നമ്മൾ എത്തും. അങ്ങനെ എത്തുന്ന ടൈമിൽ ഈ പറഞ്ഞ ബെഞ്ചമിനെ അടക്കം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും, അവനെ വരെ പിന്നിൽ നിന്ന് കുത്തേണ്ടി വരും എന്ന് പറയുമ്പോൾ ലീ ആണെങ്കിൽ അപ്പോൾ നമ്മൾ അവൻ്റെ കൈ വിടുമെന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത്. ആ ഇതിപ്പോൾ പുതിയ കാര്യമൊന്നും അല്ലല്ലോ ഇങ്ങനെ ചതിക്കുന്നതെന്ന് ജെയ് അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഈ മാൻഡീസ് ആണെങ്കിൽ ഒരു ഡി ഷോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു സുമിൻ്റെ കയ്യിൽ നിന്നും. അത് ഏറ്റെടുക്കാൻ കാരണം ഈ ഡി ഷോയിൽ ആളെനെ കൊല്ലേണ്ടത് ഈ ജെയ്യുടെ ബോസ് ഉണ്ടല്ലോ ആളെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ബോസ് ആണെങ്കിൽ ഇവനെ കാണുമ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്, എന്താ ഇത്ര നേരം വൈകിയെന്നാണ് അവിടെ ചോദിക്കുന്നത്. അതായത് ഈ കമ്പനിയൊക്കെ നഷ്ടത്തിലായതുകൊണ്ട് ഇയാൾ ഈ റൂൾസ് ഒന്നും നോക്കാതെ എല്ലാ ഷോയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇയാളെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഇവനാണ് വരുന്നത്. അപ്പോൾ ഇയാളാണെങ്കിലും അതായത് നീ എന്നെ കൊന്നോ, ഒരുപാട് സമയമൊന്നും എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഡിഫീറ്റ് സമ്മതിക്കുന്ന ടൈമിൽ എന്തോ ഇവനങ്ങ് കൊല്ലാൻ കഴിയുന്നില്ല കേട്ടോ. ഇവനാണെങ്കിൽ ഓൾറെഡി കൊന്നു എന്ന് പറഞ്ഞ് ഈ ബോസിന്റെ ശരീരമാണെന്ന് പറഞ്ഞ് മറ്റൊരു ബോഡി അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ഈ മാൻഡിസ് ഫൈറ്റിങ്ങിന് വന്നതുകൊണ്ട് തന്നെ തൻ്റെ ഒരു സ്ഥാനം A ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് A ഷോ ആണോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ വെറും D ഷോ ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഇവനാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ് ഒരുപാട് തളർത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെയായിട്ടൊരു ഫൈറ്റിങ്ങിന് പോലും നിങ്ങൾ വന്നില്ല, അത്രയ്ക്കും ഭീരുവാണെന്നൊക്കെ പറയുമ്പോൾ ബോസ് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിലും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ട് മറിഞ്ഞ് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത്. ഇവനാണെങ്കിലും തിരിച്ചെത്തിയിട്ട് എല്ലാ വർക്കും സെറ്റാക്കി എന്ന് പറയുമ്പോൾ അതായത് ഇനി A ഷോ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ദോങ്കോ പറഞ്ഞിരുന്നു. ആ ടൈമിലാണ് ജെയ് തനിക്കൊരു ബ്ലഡ് ആയിട്ടുള്ള കത്തി അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സംഭവം അത് ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ ആയിരിക്കും. ബെഞ്ചമിൻ ആണെങ്കിൽ ഈ കാര്യം പിന്നീട് ജെയ്യെ അറിയിക്കുന്നുണ്ട്. മാൻഡിസ് ആണെങ്കിലോ ദേഷ്യത്തിൽ ഇതൊന്നും അവൾ ചെയ്യുന്നതല്ല, ആ ബെഞ്ചമിൻ ചെയ്തതാണ്, ഇത് ഞാൻ സോൾവ് ആക്കി തരാം, ഒരിറ്റ് ബ്ലഡ് പോലും വീഴത്തില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുന്ന ദോങ്കയോട്, അതായത് അവൾ നിങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയിട്ട് തന്നെ സോറി പറയും, എല്ലാം സെറ്റാക്കി തരാമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് എന്താ ലാഭം എന്ന് ചോദിക്കുന്ന ദോങ്കയോട് ഇവൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവളെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ എന്തായാലും MKയിലേക്ക് തിരിച്ചു വരാമെന്ന്. അപ്പോൾ ദോങ്കയാണെങ്കിലും 24 hours ടൈം തരാം, അതിനുള്ളിൽ നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് നിനക്ക് കാണേണ്ടി വരും എന്നാണ് അവിടെ പറയുന്നത്. ഇവളാണെങ്കിൽ പിന്നീട് ഈ ബോസിന്റെ ഈ മരണാന്തര ചടങ്ങുകളിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അവിടെ എത്തുന്ന മാൻഡിസ് ആണെങ്കിലും ഇവളോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതും ഈ ബോസിനെ കൊന്നത് താനാണെന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്തിനാ എന്നോട് പറയുന്നതെന്നാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത്. ഇവനാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയാം, നീ എന്തിനാണ് ആ കത്തി അയച്ചത്, അത് ബെഞ്ചമിനല്ല അയച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവളാണ് അയച്ചെന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ. അത് എത്രയും പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണം, നീ ആളോട് സോറി പറയണം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ ഞാൻ സോറി പറയേണ്ടത്, അല്ലെങ്കിൽ തന്നെ നീ ഇപ്പം എൻ്റെ ബോസ് അല്ലല്ലോ എന്ന് ചോദിക്കുന്ന ജെയ്യോട്, അത് ശരി നിനക്ക് എപ്പോഴും എൻ്റെ മുകളിൽ വരണം എന്നാണോ ആഗ്രഹം, അതിന് വേണ്ടിയിട്ടാണോ നീ എന്നെ കൊല്ലാൻ വരെ നോക്കിയതെന്ന് ഇവളോട് ചോദിക്കുമ്പോൾ ഇവളൊന്നും തന്നെ പറയുന്നില്ല. ആ ടൈമിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ബോസ് അങ്ങോട്ട് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഈ പരിപാടി ഒന്നും നിർത്തുമൊന്നും വേണ്ട, കാരണം ഞാൻ മരിച്ചിട്ടില്ല എന്ന് MK ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട്, അവരുടനെ വന്ന് എന്നെ തീർത്തോളൂ എന്ന് പറയുന്നതും പിന്നീട് ഇവൻ തിരിച്ചു പോകുന്ന ടൈമിൽ ഇവനെ വെയിറ്റ് ചെയ്ത് അവിടെ ദോങ്ക ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ കാര്യമൊക്കെ തന്നെ ഇവൻ ഇത്രയ്ക്കും കൊളാക്കിയത് കൊണ്ട് വലിയ ദേഷ്യത്തിലായിരിക്കും ദോങ്കോ ഇവനെ ഇൻവൈറ്റ് ചെയ്യുന്നത് കേട്ടോ. നിനക്ക് അനുവദിച്ച ടൈം തീർന്നു, അപ്പോൾ ഇനി എങ്ങനെയാ ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് കാണാൻ നീ റെഡിയല്ലേ, പിന്നെ നീയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും നിങ്ങൾ എപ്പോഴാണ് ജെയിനായിട്ടുള്ള മീറ്റിംഗ് വെച്ചിരിക്കുന്നതെന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്തായാലും നിന്റെ മീറ്റിങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിരിക്കും എന്ന് പറയുന്ന ദോങ്കയാണെങ്കിൽ ടൈമും സ്ഥലവും എവിടെ വേണമെന്ന് നീ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അതായത് ദോങ്കോ ഇവന് നേരെയും അതുപോലെ അവൾക്കെതിരെയും ഒരു ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ നേരിട്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് ഇവനാണെങ്കിൽ വണ്ടിയിലിരിക്കുമ്പോൾ അങ്ങോട്ട് സ്പെഷ്യൽ ക്യാമിയോ റോളിൽ ഒരാൾ എത്തുന്നുണ്ട് കേട്ടോ. അതായിരിക്കും ബോക്സുൻ, അതായത് കിൽ ബോക്സുൻ എന്നൊരു മൂവി പറഞ്ഞല്ലോ, സോ സെയിം യൂണിവേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ, ആ ഗേൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഈ ബോക്സോയാണ് ഈ MK കമ്പനിയിൽ മിൻക്യൂനെ കൊന്നിട്ടുണ്ടായിരിക്കുക. ഇവനാണെങ്കിലോ അതായത് ഇവൾ ഓൾറെഡി ഒരു കത്തി ഇതുപോലെ കൊല്ലുന്നതിന് മുന്നേ ഇവൻ അയച്ചിട്ടുണ്ടായിരിക്കും. ഈ ബ്ലഡൊക്കെ ആയിട്ടുള്ള കത്തി അയക്കുക എന്ന് പറഞ്ഞ് നേരിട്ട് ഫൈറ്റിങ്ങിന് വിളിക്കുന്നത് പോലെയാണ്. സോ ആ കത്തി അയക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാണല്ലോ അയച്ചു കൊടുത്തത്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു മെമ്മറിയൊക്കെ അവിടെ ഈ ബോക്സോ പറയുന്നുണ്ട്. ഈ ലേഡി ആണെങ്കിലോ ഇവനോട് നിനക്ക് എന്തെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ പെൺകുട്ടിയാണെങ്കിൽ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുക, മറ്റൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഇവരാണെങ്കിലും ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അതായത് ആ
ഓൾഡ് മാൻ ദോങ്കോ അത്ര നിസ്സാരക്കാരനല്ല, ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നീട് ജെയ്ക്ക് ഒരു കൊറിയർ എത്തുന്നുണ്ട് കേട്ടോ. ആ കൊറിയറിൽ ഒരു കത്തി ഉണ്ടായിരിക്കും. സംഭവം എന്താന്ന് വെച്ചാൽ നേരത്തെ ഈ കത്തി ഇവള് ദോങ്കോയ്ക്ക് അയച്ചു. ദോങ്കയാണെങ്കിലോ നേരത്തെ മാൻഡീസിനെ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഈ കത്തി ഇവന് കൊടുത്തിട്ടാണ് പോകുന്നത്. അതായത് ഇവനായിട്ടുള്ളൊരു ഫൈറ്റിങ്ങിന് വിളിക്കുന്നു എന്നാണല്ലോ അതിനർത്ഥം. ഇവനാണെങ്കിൽ ഈ കത്തി എടുത്ത് ഇവൾക്ക് അയക്കുന്നുണ്ട്. എന്നിട്ട് വരേണ്ട സമയവും സ്ഥലവും പറയുന്നുണ്ട്. അതായത് ദോങ്കയുടെ ഓഫീസായിരിക്കും കേട്ടോ. അതായത് ചുരുക്കി പറഞ്ഞ 3 പേരും പരസ്പരം അങ്ങ് ഫൈറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഇവൻ ഫൈറ്റിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് പോകുമ്പോൾ കാറ് നീ എടുത്തോന്ന് പറഞ്ഞ് സുമിന് കാറിന്റെ കീയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പോക്ക് കണ്ടാൽ നിങ്ങൾ വരത്തില്ല നല്ല പോലെയാണല്ലോ, നിങ്ങൾ എന്തായാലും ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറയുമ്പോൾ ഇവൻ അവിടെ നിന്ന് പോകാൻ നോക്കണം. അപ്പോൾ സുമിനാണെങ്കിൽ അതെ ബിക്ക് ഏന് ഇഷ്ടമെന്ന് പറയുമ്പോൾ എന്തെന്ന് ചോദിക്കുന്ന ഇവനോട്, അല്ല അന്ന് AB ലൈഫ് ലോങ് ബ്രോസിനെ പറ്റി പറഞ്ഞല്ലോ, അതിൽ ബിക്ക് ഏന് ഇഷ്ടം തന്നെയാണ്, അത് ബിക്ക് അറിയും ചെയ്യാം. പക്ഷേ സി എന്ന് പറയുന്ന ഒരാൾക്ക് എയോടൊരു ക്രഷ് ഉണ്ട്. ആ ഒരു ക്രഷ് കാരണം സിക്ക് തോന്നിയ ഒരു തോന്നൽ മാത്രമായിരുന്നു അങ്ങനെയെന്ന് പറയുന്നതും. അതായത് സി എന്ന് പറയുന്ന ആൾ സുമിനാണ് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന മാൻഡീസ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അപ്പോൾ ശരി നാളെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്ന വഴിക്ക് ജയെ വിളിക്കുന്നുണ്ട്. ഇവള് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവനൊരു വോയിസ് ഇടുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വെയിറ്റ് ചെയ്യാം, ഒരുമിച്ച് ആളുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവൻ അവിടെ എത്തുന്ന ടൈമിൽ ഇവൾ ഓൾറെഡി മുകളിലേക്ക് പോയി എന്നാണ് സ്റ്റാഫ് പറയുന്നത്. എന്നാൽ മുകളിൽ എത്തുന്ന ടൈമിൽ അവിടെ ഇവൾ ഉണ്ടായിരിക്കില്ല. നീ അവളെ എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലേ വന്നേ, അവൾ എത്തുന്നതിന് മുന്നേ നമുക്ക് തമ്മിൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇയാൾ ഫൈറ്റിങ്ങിന് വേണ്ടി റെഡിയാകുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റിംഗ് നടക്കുന്ന ടൈമിലാണ് ജയ് അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ദോങ്കയാണെങ്കിലും ജയ് ആ ലിഫ്റ്റ് തുറക്കുന്ന ടൈമിൽ അവളുടെ കാര്യം ഞാൻ തീർത്തിരിക്കുമെന്ന് പറയുന്നതും, ജയ് ആണെങ്കിൽ ലിഫ്റ്റ് തുറന്നു വരുന്ന ടൈമിൽ ഈ ദോങ്ക ഇവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ മാൻഡീസ് ആണെങ്കിലും അത് ബ്ലോക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇവള് ഫൈറ്റിങ്ങിന് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദോങ്കയാണെങ്കിൽ ഇതൊരു 2-on-1 ഫൈറ്റ് അല്ല, 1-on-1 ഫൈറ്റാണ് ഞാനും മാൻഡീസും തമ്മിലുള്ളതെന്ന് പറയുമ്പോൾ എവിടെ ഇവളാണെങ്കിൽ ഇതൊന്നും വകവയ്ക്കാതെ ദോങ്കയായിട്ട് ഫൈറ്റിങ്ങിന് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മാൻഡീസിന്റെ കാലിൽ നല്ലൊരു വെട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ജെയ് ആണെങ്കിലും ഇത് 2-on-1 അല്ല, 1-on-1 ഫൈറ്റും അല്ല, 1-on-1 ഫൈറ്റ് ആണെന്ന് പറയണം. അതായത് 3 പേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാന്ന്. അങ്ങനെ ഇവർ 3 പേരും കട്ട ഫൈറ്റിംഗ് ഒക്കെ ആയിരിക്കും കേട്ടോ. നല്ല രസമുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ ജെയ് ആണെങ്കിൽ മാൻഡീസിന്റെ നേരെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് കാണുന്ന ദോങ്കയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവളെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും, ഈ ദോങ്കയാണെങ്കിൽ ഇവളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ വീണ്ടും ഇവർ തിരിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അതായത് മാൻഡീസും ദോക്കയും കൂടിയിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന ജെയ് ആണെങ്കിൽ കാണുമ്പോൾ മാൻഡീസിനെയാണ് കുത്തുന്നതെന്ന് തോന്നും. പക്ഷേ മാൻഡീസിന്റെ കോട്ടിൻ്റെ ഇടയിലൂടെ ഈ ദോങ്കയോനെ കുത്തുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ മാൻഡീസിന് പെട്ടെന്ന് എന്തോപോലെ ആകുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും കൊല്ലാനൊന്നും ഇവൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ഈ കുത്തേറ്റിട്ടും ഈ ദോങ്കയും മാൻഡീസും കൂടി ഫൈറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. മാൻഡീസ് ആണെങ്കിലോ ദോങ്കയോട് റിട്ടയർ ആവാൻ പറയുകയാണ്, അതായത് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈമിൽ ദോങ്ക ആലോചിക്കുന്നത് ഇതുപോലെ മീൻക്യൂൻ ഒരിക്കലും പറഞ്ഞിരുന്നു, അങ്ങനെ MKയിൽ നിന്നും വന്നതാണല്ലോ, അതുകൊണ്ട് ഇനി റിട്ടയർ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നമ്മളിൽ ഒരാൾ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും തന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് മാൻഡീസ് അവിടെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് വരുന്ന ജെയ് ആണെങ്കിൽ ഇവനെ അങ്ങ് കുത്തി കൊല്ലുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഈ ദോങ്കയുടെ എക്സ്പ്രഷൻ ഇത് നല്ലതായിരുന്നു എന്നാണ്. കാരണം 2 പേരിൽ ഒരാൾ മരിച്ചേ പറ്റൂ. അപ്പോൾ ഇവളിപ്പോൾ ഇവനെ കൊന്ന സ്ഥിതിക്ക് അത് നന്നായി, അല്ലെങ്കിൽ മാൻഡീസിനെ കൊല്ലേണ്ടി വരും, അതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ദോങ്കയൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവൻ ആകെ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ഇവളാണെങ്കിലോ ഇത് തന്നെയാണ് നിന്റെ കുഴപ്പം, നീ ഒരാളെ കൊല്ലില്ല, പകരം അയാളോട് സിമ്പതി കാണിക്കും, നീ വിചാരിക്കും അത് വലിയ കാര്യമാണെന്ന്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ശരിക്കും മരിക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ്, വളരെ റിഗ്രറ്റ്ഫുൾ ആണെന്നൊക്കെ പറയുന്നതും. നീ എന്താ വിചാരിച്ചത്, അന്ന് ആ ഫൈറ്റിങ്ങിൽ നീ എന്നെ മനഃപൂർവ്വം ജയിപ്പിച്ചതാണെന്ന് എനിക്കറിയായിരുന്നു, പിന്നീട് എനിക്കത് ശരിക്കും റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അത് വേണ്ടായിരുന്നുവെന്ന്. എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഉണ്ട്, എപ്പോഴും നിന്നെ മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ, എന്നെ എപ്പോഴും അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ, അതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻസും എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവൾ അവിടെ ദേഷ്യപ്പെടുന്നതും, ശരിക്കും നീ എന്നെ അന്ന് ഹെൽപ്പ് ചെയ്ത ടൈമിൽ അതൊന്നും നോക്കാതെ ഒരു പൊട്ടിയെ പോലെ ഞാൻ പെരുമാറിയിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു, എല്ലാം സ്മൂത്ത് ആയിട്ട് പോയേനെ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഒന്നും തന്നെ ആദ്യം പറയുന്നില്ല. പിന്നീട് ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം നീ ചെയ്തത് ശരിയായിരുന്നു, നീ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് ഇവനൊന്നും പറയാതെ ലിഫ്റ്റിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ആകെ ഒരു എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. കാരണം ഇവൻ്റെ ഈ ഒരു നിശബ്ദത തന്നെ ഇവൾക്ക് ഒരുപാട് അപ്സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈ ബെഞ്ചമിൻ്റെ ഒരു മീറ്റിംഗ് ആയിരിക്കും കേട്ടോ. ഇവനാണെങ്കിൽ കുറേ ആളുകൾക്ക് കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സ്പീച്ചൊക്കെ നടത്തുന്നുണ്ട്. അതിനുശേഷം ഇവളുടെ അടുത്ത് വന്നിട്ട് MK ഗ്രൂപ്പിൻ്റെ കാര്യം എന്തായി, അത് നമുക്ക് നടത്തേണ്ടതെന്നൊക്കെ പറയുമ്പോൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്ന ഇവളോട് ചുമ്മാ അതെല്ലാം ഞാൻ നിന്നെ സ്റ്റാഫായിട്ട് എടുത്തത്, നീ ആളൊരു മിടുക്കിയാണെന്നൊക്കെ പറയുന്നതും, ബെഞ്ചമിൻ ആണെങ്കിൽ അപ്പോൾ ശരി നാളെ മീറ്റ് ചെയ്യാം, റിപ്പോർട്ട് അപ്പം സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ ടൈമിൽ ലീ ആണെങ്കിൽ ബെഞ്ചമിനെ നോക്കി
അല്ല ഇവൻ്റെ കാര്യം എന്താ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ജെയ് പറയുന്നത് കേട്ടോ. ബെഞ്ചമിൻ പോകുന്ന ഈ കാർ ഉണ്ടല്ലോ അത് പെട്ടെന്ന് സുമിൻ അങ്ങ് പാസ് ചെയ്യുന്ന ടൈമിലൊന്ന് സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ. എന്തുവാടി ചെയ്യുന്നതെന്ന് ഡ്രൈവറോട് ചോദിക്കുമ്പോൾ ഡ്രൈവർ സീറ്റിലുണ്ടായിരിക്കുക മറ്റാരും ആയിരിക്കില്ല, മാൻഡിസ് ആയിരിക്കും. ഇവനാണെങ്കിൽ നൈസായിട്ട് ഈ ഫ്രണ്ടിലെ മിററിൽ കൂടെ അങ്ങ് നോക്കുന്നതും ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞതാ മോനെ, ഇനി നമ്മൾ കാണുമ്പോൾ നിന്നെ ഞാൻ വെച്ചേക്കില്ലെന്ന് ഓർമ്മയുണ്ടോ? അതാ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് മാൻഡിസ് ആണെങ്കിൽ സ്പീഡിൽ അങ്ങ് വണ്ടി ഓടിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഫൈറ്റിംഗ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി ഒരുപാട് ഇഷ്ടമാകും. എന്നാൽ ഈ മൂവിയിൽ ഈ കഥയ്ക്ക് വലിയ ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അതായത് കഥ വലിയ സോളിഡ് അല്ലാത്തതുപോലെ. മാൻഡിസ് എന്നാണ് മൂവിയുടെ പേരെന്നുണ്ടെങ്കിലും തകർക്കുന്നത് ജെയ് ആയിരിക്കും. കാരണം ഇവൻ പലപ്പോഴും ഫൈറ്റിങ്ങിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു സിമ്പതി എന്നുള്ളൊരു കാര്യം ഈ മാൻഡിസിൻ്റെ കാര്യത്തിൽ വർക്കാകുന്നുണ്ട്. എന്നാൽ ജെയ്ക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഈ കിൽ ബുക്സുൻ എന്ന് പറയുന്ന മൂവിയിലും ഈ സിമ്പതി ഒന്നുമില്ല, സ്ട്രെയിറ്റ് ടു ഫൈറ്റാണ്. സോ എന്തൊക്കെയോ ഒരു കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. എന്നാൽ ഫൈറ്റിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മൂവി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മൂവി ഇഷ്ടപ്പെടും. അപ്പോൾ മൂവിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കത്തില്ലേ?